കുറച്ചൊരു മോരുകറിയും മീൻകറിയൊക്കെ ഉണ്ടെങ്കിലേ എൻ്റെ പ്ലേറ്റിൽ ചോറുണ്ടോ എന്നുള്ളത് മുങ്ങിത്തപ്പേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. എനിക്ക് ഈ ചോറും മീൻകറിയൊക്കെ ഇല്ലേ, ചോറും മീൻകറിയും മോര് കറിയൊക്കെ ഇല്ലേ, എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു കഞ്ഞി പോലെ ആക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കൊളാബ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഫാം ഹൗസിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. മസ്കറ്റിൽ നിന്ന് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ പോവാമെന്ന് കരുതി. ഇപ്പം നല്ല ചൂടാണല്ലോ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമാകുമ്പോൾ അവിടെ എത്താണെങ്കിൽ നമ്മളെല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോ കറിയാക്കി കൊണ്ടുവരാണെങ്കിൽ കുശാലായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ മോര് കറിയല്ല, മോര് കാച്ചിയതാണ് ഉണ്ടാക്കിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ചോറും ചമ്മന്തി ഉണ്ടാക്കി, വേറൊരു ഫ്രണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി, വേറൊരു ഫ്രണ്ട് മീൻ കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി എല്ലാവരും ഒരുമിച്ച് കഴിക്കാനായിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് നല്ല പുളിയുള്ള മോര് കാച്ചിയതും അതിലേക്ക് നല്ല എരിവും പുളിയും പിന്നെ മത്തിക്കറിയാണ് കേട്ടോ. ആ ഒരു മത്തിയുടെ ടേസ്റ്റൊക്കെ വരുന്ന ഒരു മീൻ കറിയും കൂടി എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാനുണ്ടല്ലോ. അയ്യോ, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം ആ ഒരു ടേസ്റ്റ്. ഓഹ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ചോറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചോറൊരു പേരിനിട്ടാൽ മതി. കറിയാണ് എനിക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതെല്ലാം കൂട്ടി കഴിച്ചിട്ട് ലാസ്റ്റ് ആ ഒരു മീൻകറിയുടെയും മോരുകറിയുടെയൊക്കെ ആ ഒരു എന്താ എല്ലാ കറിയും മിക്സ് ചെയ്തിട്ടുള്ള ആ കറി ഉണ്ടല്ലോ, അതങ്ങ് കുടിക്കുമ്പോൾ എത്രയാ കുടിക്കാന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ചിലരതൊക്കെ ഇങ്ങനെ എന്താ കൂട്ടിക്കൊഴിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ അറപ്പാവെന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോൾ വേറൊരാൾ കഴിക്കുന്നത് കാണുമ്പം എനിക്ക് അറപ്പാവായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം.